ഹലോ ഫ്രണ്ട്സ്, കണ്ണൂർ കേളകത്ത് എഞ്ചിനീയറായ ബിനോയ് 3000 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമിൽ പണിയെടുപ്പിച്ചിരിക്കുന്ന ഒരു വീടിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളുള്ളത്. ഇവിടുത്തെ കർട്ടൻ വർക്കുകളെല്ലാം നമ്മളാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ വീടിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളെല്ലാം ഒന്ന് കണ്ടുവരാം. നമ്മൾ ഗേറ്റ് തുറന്ന് കയറി വരുന്നത് ഫസ്റ്റ് കാർ പോർച്ചിലേക്കാണ്. വീട്ടിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ടാണ് കാർ പോർച്ച് പണി കഴിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് കാർ പോർച്ചിൽ നേരെ ഒരു സിറ്റ് ഔട്ട് ഏരിയ ഉണ്ട്. സിറ്റ് ഔട്ട് ഏരിയയിൽ നിന്ന് നമുക്ക് മെയിൻ ഡോർ തുറന്ന് ഫാമിലി ലിവിങ്ങിലേക്ക് കയറാം. ഫാമിലി ലിവിങ്ങിൽ ഒരു കോർണർ സോഫയാണുള്ളത്. അതുപോലെ രണ്ട് സൈഡിലും ജനലുകളുണ്ട്. രണ്ട് സൈഡിലെ ജനലുകളിലും നമ്മൾ സീബ്ര ബ്ലൈൻഡ്സ് ആണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. കോമൺ ലിവിങ്ങിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോയാൽ ഫാമിലി ലിവിങ്ങും ഡൈനിങ് റൂമും കൂടെ ഒരുമിച്ചാണ് ഉള്ളത്. അവിടെ ഫാമിലി ലിവിങ്ങിൻ്റെ ബാക്കിലായിട്ട് ഒരു ഫുൾ ഹൈറ്റിൽ കർട്ടനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രേ വൈറ്റ് കോമ്പിനേഷനുള്ള കർട്ടൻ. അതുപോലെ അതിനോട് ചേർന്നുള്ള ജനലിന് നമ്മൾ വീണ്ടും സെയിം പാറ്റേണിലുള്ള ഗ്രേ വൈറ്റ് ഷെയ്ഡിലുള്ള ഒരു സീബ്ര ബ്ലൈൻഡ്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ള കോറിഡോറിൽ നമുക്ക് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അപ്സ്റ്റെയറിലേക്കുള്ള സ്റ്റെയർ കേസ്. വാഷ് കൗണ്ടറിൽ നിന്ന് നേരെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതൊരു പ്രെയർ റൂമാണ്. ഇവിടെയും ഒരു സെറ്റിയും അതുപോലെ രണ്ട് സൈഡിലും വിൻഡോസുമുണ്ട്. പ്രെയർ റൂമിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള മാസ്റ്റർ ബെഡ്റൂമിൽ നമുക്ക് ആ ബെഡ്റൂമിലേക്ക് പോകാം. വളരെ സ്പീഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത്. രണ്ട് സൈഡിലും വിൻഡോസിൽ നമ്മൾ സീബ്ര ബ്ലൈൻഡ്സ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു. അതുപോലെ ഒരു വാളിൽ ഫുള്ളായിട്ട് വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റഡി ഏരിയയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇതിനോട് അറ്റാച്ചായിട്ട് ഒരു ബാത്റൂം, അതുപോലെ ബാത്റൂമിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിങ് ഏരിയയുമുണ്ട്. ബാത്റൂമും വളരെ വിശാലമായൊരു ബാത്റൂമാണ് ഉള്ളത്. ഇനി ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ ബാത്റൂം കൂടാതെ ഒരു കോമൺ വാഷ്റൂമും കൂടിയുണ്ട്. നമുക്കതൊന്ന് കാണാം. നമുക്ക് കോമൺ വാഷിൽ നിന്ന് നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും കൊറിഡോറിലൂടെ നടന്നാൽ മുകളിലേക്കുള്ള സ്റ്റെയർ കേസാണ്. നമുക്ക് മുകളിൽ കാഴ്ചകളൊന്ന് കണ്ടുവരാം. സ്റ്റെയർ കെയർ മുകളിലെത്തിയ ഒരു പാസേജിലേക്കാണ് വരുന്നത്. പാസേജിന് രണ്ട് സൈഡിലുമായിട്ടാണ് ബെഡ്റൂമുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റിലെ റൂമിലേക്ക് നമുക്കൊന്ന് കയറാം. ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമാണിത്. താഴെ നമ്മൾ കണ്ട അതേ പാറ്റേണിൽ അതേ സൈസിലുള്ള ഒരു ബെഡ്റൂം തന്നെയാണിതും. ഇവിടെയും ഒരു വാളിൽ ഫുൾ ഹൈറ്റിൽ വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നു. വാർഡ്രോബിൽ ഒരു മിററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു സൈഡിലായിട്ട് സ്റ്റഡി ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ താഴത്തെ അതേ പാറ്റേണിൽ തന്നെ ഒരു ഡ്രസ്സിങ് ഏരിയ, അതിനോട് ചേർന്ന് തന്നെ ബാത്റൂം. നമുക്ക് മുകളിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് പോയി നോക്കാം. ഫസ്റ്റ് ഫ്ലോറിലുള്ള രണ്ടാമത്തെ മുറിയാണ് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം. നമുക്കതിലേക്ക് കയറാം. സെയിം പാറ്റേണിൽ തന്നെയാണ് ഇവിടെയും ബെഡ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. രണ്ട് സൈഡിലും വിൻഡോ, ഒരു സൈഡിൽ ഫുൾ സൈസിൽ വാർഡ്രോബ്, കട്ടിൽ രണ്ട് സൈഡിലും സൈഡ് ടേബിൾസ് കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റു റൂമുകളിൽ നിന്നും വ്യത്യസ്തമായി കുറച്ച് സെപ്പറേറ്റഡ് ആയിട്ടാണ് ഇവിടുത്തെ ഡ്രസ്സിംഗ് റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് റൂമിനോട് ചേർന്ന് തന്നെ ഇവിടുത്തെ ടോയ്ലറ്റ് അറേഞ്ച് ചെയ്തു. ഇനി നമുക്ക് മുകളിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു വലിയ ജനലുണ്ട്. അവിടെയും നമ്മൾ സീബ്ര ബ്ലൈൻഡ്സ് ആണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഒരു അയൺ ടേബിളും കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നു. നമുക്ക് ബെഡ്റൂമുകളിലേക്ക് കിടക്കും. സെയിം പാറ്റേണിൽ തന്നെയാണ് ഇവിടെയും ബെഡ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു സൈഡിൽ സ്റ്റഡി ടേബിൾ, അതുപോലെ തന്നെ ഫുൾ ലെങ്ത്തിൽ വാർഡ്രോബും കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നു.
ഡ്രസ്സിങ് ഏരിയ, അതിനോട് ചേർന്ന് തന്നെ ഒരു ടോയ്ലറ്റും നിർമ്മിച്ചിരിക്കുന്നു. ഈ കോമൺ പാസേജിൽ നിന്ന് തന്നെയാണ് പുറത്തേക്കുള്ള ബാൽക്കണിയിലേക്കുള്ള വാതിലും, പുറത്ത് അത്യാവശ്യം വിശാലമായൊരു ബാൽക്കണി ഏരിയ, തൊട്ടപ്പുറത്ത് മറ്റൊരു ബിൽഡിങ്ങിന് പണി നടക്കുന്നതാണ് വോയിസിനുള്ള ഡിസ്റ്റർബൻസ്. ഇനി വീടിൻ്റെ കിച്ചൺ ഏരിയ ഒന്ന് കണ്ടുവരാം. ഡൈനിങ് ഹാളിൽ നമ്മൾ നേരെ കിടക്കുന്നത് ഇവിടുത്തെ ഷോ കിച്ചണിലേക്കാണ്. ഫുള്ളി ഫാബ്രിക്കേഷൻ വർക്കുകളും കാര്യങ്ങളും എല്ലാം ചെയ്ത് 2 സൈഡിൽ ജനലുകളുടെ അവിടെ നമ്മൾ സീബ്ര ബ്ലൈൻഡ്സ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഷോ കിച്ചണിൽ തന്നെയാണ് ഫ്രിഡ്ജും അതുപോലെ തന്നെ ചിമ്മിനി, ഹുഡ്, ഓവൻ എല്ലാം വന്നിരിക്കുന്നത് ഇവിടെ തന്നെയാണ്. അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് ഒരു വർക്കിംഗ് കിച്ചണുമുണ്ട്. നമുക്കതും കൂടി ഒന്ന് കാണാം. ഷോ കിച്ചണിൽ നമ്മൾ നേരെ ലെഫ്റ്റിലേക്ക് വരണമെങ്കിൽ ഇവിടെയാണ് ഇവരുടെ വർക്കിംഗ് കിച്ചൺ വരുന്നത്. ഇവിടെ നമുക്ക് വിറകടുപ്പും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു ചെറിയ ഡൈനിങ് ഏരിയ, ഫാമിലി ഡൈനിങ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഷോ കിച്ചണിൽ വർക്കിംഗ് കിച്ചണിൽ പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരു വർക്ക് ഏരിയ, അതുപോലെ തന്നെ അതിനോട് ചേർന്ന് ഒരു സ്റ്റോർ റൂമും അറേഞ്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ കാഴ്ചകൾ. അതുപോലെ കർട്ടൻ സംബന്ധമായ വർക്കുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ നമ്പറും ഡീറ്റെയിൽസും എല്ലാം താഴെ കൊടുക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.